നമ്മുടെ ഫസ്റ്റ് എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent a square and the other into an equilateral triangle. The length of the sides of both must be the same. How should the wire be cut? എന്താണ് 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വെച്ച് സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്കിൽ കമ്പി എങ്ങനെ മുറിക്കാം? നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് എന്തെഴുതാം? ഒരു സ്ക്വയർ വരയ്ക്കാം, ഒരു ട്രയാങ്കിളും നമുക്ക് വരയ്ക്കാം. കണ്ടല്ലോ, ഇതിന് എത്ര സൈഡ്സ് ഉണ്ടെന്ന് നോക്കിയേ. കണ്ട, ഒന്ന് നോക്കി നോക്കിയേ. 1 2 3 4. അപ്പോൾ അത്രയായി നമുക്ക് 4x. ഇനി ട്രയാങ്കിളിനോ 1 2 3 അല്ലേ? അപ്പോൾ 3x. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം? എത്ര മീറ്റർ ഉണ്ടെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഹാഫ് മീറ്റേഴ്സ് അല്ലേ? 3.5 meters. അപ്പോൾ എത്രയാണ് 3.5 എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷനായി എങ്ങനെ എഴുതാം? നമുക്ക് 4x + 3x = 3 and 1/2 മീറ്റർ. ഇനി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 100 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/2 മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എത്രയായി? 1 മീറ്റർ 100 ആണെങ്കിൽ 1/2 മീറ്റർ 50 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 3.5 മീറ്റർ അല്ലേ? 3.5 എന്ന് പറയുമ്പോൾ എത്രയായി? 3 എന്ന് പറയുന്നത് 300, ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 50. അപ്പം നമുക്ക് എത്ര കിട്ടി? 350 അല്ലേ? 3.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 350. അപ്പം നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ചെയ്യാം. 4x + 3x = 350 സെൻറ്റിമീറ്റർ. ഓക്കെ ആയല്ലോ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈ 4ഉം ഈ 3യും കൂടി കൂട്ടി എഴുതാം. 7x = 350 സെൻറ്റിമീറ്റർ. x = 350/7 കണ്ടല്ലോ. ഇനി ഈ 7ൽ നോക്കിയാൽ 350 ഡിവിഷൻ ചെയ്യാം നമുക്ക്. 350യെ ഡിവിഷൻ 7 × 5 35 അല്ലേ? 0 0. ഈ 0 ഇങ്ങോട്ടും മുകളിലോട്ടും. ആൻസർ എത്ര കിട്ടി നമുക്ക്? 50 സെൻറ്റിമീറ്റർ. 50 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 50 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ നമുക്ക് 1/2 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ് 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ? 1/2 മീറ്റർ ആണ് നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ചതുരത്തിൻ്റെ കണ്ടു, സമചതുരത്തിൻ്റെ അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ്? 4x. 4xനെ 4 × നമുക്ക് ഈ 1/2 കിട്ടിയത് അത് എക്സിൻ്റെ സ്ഥാനത്ത് എഴുതാം അല്ലേ? അപ്പോൾ 1/2 കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കിയേ, 4 and 1/2 എന്നുള്ളത് 2 അല്ലേ? 2 ഇതിൽ എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. 2 × 1 2. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടി? നമുക്ക് 2 മീറ്റർ. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗം കാണാം.